ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണേ. അപ്പോൾ എന്താണെന്നല്ലേ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ കൂടെ അഭിരാമി ഉണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഹെൽപ്പറായിട്ട് അഭിരാമി ആട്ടോ. അഭിരാമി നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഗുലാബ് ജാം ആട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മളിതിലേക്ക് ആവശ്യമായ പഞ്ചസാര, പാൽപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ബൗള് പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ബൗള് പാൽപ്പൊടി, പിന്നെ 1 ബൗള് മൈദയാണ് കേട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇത്തിരി കോൺഫ്ലവർ ചേർത്താലും നല്ലതായിരിക്കും. ഞാനിവിടെ കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടില്ല, മൈദ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ്. പിന്നെ നമുക്ക് 2 ഏലക്ക വേണം കേട്ടോ. പൊടി ആയാലും വേണ്ടില്ല, അല്ലാതെ ഏലക്ക ആയാലും വേണ്ടില്ല കേട്ടോ. പിന്നെ ഒരു വലിയ ബൗൾ എടുത്തിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടിയും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. അപ്പം മിക്സ് ചെയ്യുമ്പം എല്ലായിടത്തോട്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാൻ ശ്രമിക്കാം. ഇതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താലും മതി, നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുത്താലും മതി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അപ്പം അവരവരുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ വെച്ച് ഇളക്കുകയോ അതല്ലെങ്കിൽ അരിച്ചെടുക്കുകയോ ചെയ്യുക. ഞാനിവിടെ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ബൗള് പാലാണ്. അപ്പോൾ 1 ബൗളെന്ന് പറഞ്ഞത് ഞാനൊരു ബൗളിൽ പാൽ എടുത്തുവെന്നേ ഉള്ളൂ. നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം കേട്ടോ വേണ്ടത്. ഇതിന് നമുക്ക് പാൽ വെച്ചാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് സ്പൂൺ വെച്ച് ആ പാൽ എല്ലായിടത്തേക്കും എത്തുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സ്പൂൺ മാറ്റിയിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് അത്യാവശ്യം കയ്യിൽ പറ്റും, അതുകൊണ്ട് തന്നെ അല്പം നെയ്യും കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. കാച്ചാത്ത പാലാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പം അത് നല്ല വിലയുമാണ്. ചിലതൊക്കെ നന്നായിട്ടുള്ളൂ. ഞാനിപ്പോൾ കുറേ തവണ വാങ്ങിച്ചു നോക്കിയതിനകത്ത് ആദ്യം വാങ്ങിച്ചത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വേറൊരു ബ്രാൻഡിൻ്റെ എനിക്ക് കിട്ടിയത്. അങ്ങനെ പോയി വാങ്ങിച്ചു നോക്കിയപ്പം അത് കാശിന് കൊള്ളത്തില്ലായിരുന്നു, ഭയങ്കര കട്ടിയായിരുന്നു. അതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണല്ലോ ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം നേരം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൈവച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ദേ ഈ ഒരു അളവിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ പരുവം. ഇതിന് നമുക്ക് നമ്മുടെ ആവശ്യം ഉള്ള വലിപ്പത്തിന് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ബോൾസ് അല്ലാതെ നിങ്ങൾക്ക് ഇത്തിരി അല്ലാതെ ഒന്ന് റോൾ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ആയാലും എടുക്കാം. അപ്പം ദേ കയ്യിൽ ഒരല്പം പാല് ചേർത്തിട്ടാണ് കേട്ടോ, പാലിങ്ങനെ തേച്ചിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. ഏകദേശം ഈ ഒരു അളവിനാണ് കേട്ടോ ഞാൻ ബോൾസൊക്കെ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വലിപ്പം വയ്ക്കും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ പോയാലും നമുക്ക് ഒരു പാക്കറ്റിൽ നമുക്ക് ഇത്രയൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നന്നായിട്ട് ഉണ്ടാക്കാനും പറ്റും. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഒരുപാട് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്കിനി അടുത്തത് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. പഞ്ചസാര ലായനിയിലേക്കാണല്ലോ ഇത് മുക്കി വയ്ക്കുക. അപ്പോൾ 1 ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ 1 ബൗള് പഞ്ചസാര തികയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു അല്പം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 2 ബൗള് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി. ആദ്യം ഞാൻ വിചാരിച്ചു ഏലക്കാപ്പൊടി ഇടാമെന്ന്. പിന്നെ ഞാൻ ഒരു 2 ഏലക്കയും കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഫ്ലേവർ ഇത്തിരി അധികം നിന്നോട്ടേ എന്ന് കരുതി ഇട്ടു. അപ്പോൾ പഞ്ചസാര ലൈനി അവിടെ ഇരുന്ന് പതിയെ ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബോൾസ് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടാവുന്നതിന് മുന്നേ തന്നെ, തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അത് വേഗം തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ആക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വലുതായിട്ട് കിട്ടും, നമ്മുടെ ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് മാറും. അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടിക്ക് പോയാൽ പറ്റില്ല, ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. അത് വേഗം തന്നെ ആയിരിക്കും കളറ് മാറുന്നത്. അപ്പം തന്നെ നമ്മൾ കോരിയെടുക്കണം. അത് കഴിഞ്ഞ് കോരിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ ഷുഗർ സൊല്യൂഷനിലോട്ട് ഇടുവാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് അത് നല്ല തിളച്ച് നല്ല പാകമായിട്ട് വരും. ഇനി അതിലേക്ക് കിടന്നായിരിക്കും കുറച്ചുകൂടെ ഒന്ന് വീർത്ത് വരുന്നത്. അപ്പം ഒരുപാടങ്ങ് മധുരം ആക്കിയിട്ടില്ല, മത്ത് പിടിപ്പിക്കുന്ന മധുരമൊന്നും ആക്കിയിട്ടില്ല. ഞാൻ കുറച്ച് ഷുഗർ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ബോൾസ് കൂടി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു ട്രിപ്പിനൂടെ നമുക്ക് ഈ ബോൾസ് തീരും കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഷുഗർ സൊല്യൂഷനിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാം റെഡിയായി. അതിനി ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ പിറ്റേന്ന് നമുക്ക് കഴിക്കാം. പിറ്റേന്ന് അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ ദേ 2ാമത്തെ ട്രിപ്പും നമ്മൾ കോരിയിട്ടുണ്ട്. ഇതിന് നേരെ നമുക്ക് ഷുഗർ സൊല്യൂഷനിലേക്ക് ഇടാം. അപ്പോൾ അത് അവിടെ കിടന്ന് ആയിക്കോളും. നമുക്ക് പഞ്ചസാര ലൈന് കുറച്ച് കുറവാണ്. അപ്പം ഞാനൊരു 1/2
ബൗളിൽ ഉള്ള പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് ലൈനിയാക്കി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാനൊരു 2 ഏലക്കയും കൂടി അതിലേക്ക് തന്നെ ഇട്ട് തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇപ്പം എന്താ എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പം നാളെ ആകുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിൻ്റെ കളറും ഒന്ന് മാറും, ഒരല്പം കൂടി വീർത്ത് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ കറക്റ്റ് പാകമായിരിക്കും. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഗുലാബ് ജാം. പിന്നെ ഒരു ദിവസം ഒന്ന് ഇരിക്കണമെന്നേ ഉള്ളൂ. അതൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ ഗുലാബ് ജാം കഴിക്കാം. ഇത് ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പം എന്താണ്ട ഷുഗർ സിറപ്പിൻ്റെ ഒക്കെ കളർ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. കണ്ട ഗുലാബ് ജാം ജസ്റ്റ് ഒന്ന് വീർത്തും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ 2 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാടങ്ങ് മധുരം കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയും നേരം നമ്മളെ ഹെൽപ്പ് ചെയ്ത് അഭിരാമിക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അഭിരാമി, നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, എങ്ങനെ ഉണ്ടോ നോക്കിയേ. ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് തിന്നേ കൊള്ളാമോ? അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, വേണ്ടല്ലോ നല്ല മഴയാണ്. അപ്പോൾ അഭിരാമി ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു. അവൊക്കെ ഉണ്ടോ? നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മധുരം ഞാൻ കഴിച്ച് ഒന്നാമത് മധുരം ഒന്ന് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. കാറ്റ് കൊടുക്കാം.